ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് അക്കൗണ്ടൻസിയുടെ 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. ഡെഫിനിഷൻ്റെ ഭാഗമായിട്ടുള്ള എക്കണോമിക് ഇവൻറ്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എക്കണോമിക് ഇവൻറ്റ്സ് 2 തരത്തിലുണ്ട്. എക്സ്റ്റേണൽ ഇവൻ്റ് ഉണ്ടെന്നും ഇൻറ്റേർണൽ ഇവൻ്റ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഓർഗനൈസേഷൻ എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അക്കൗണ്ടിങ് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു, ആ പ്രോസസ്സിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, മെഷർമെൻ്റ് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഈ ഐഡൻറ്റിഫിക്കേഷനും മെഷർമെൻറ്റും റെക്കോർഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ ഇൻഫർമേഷൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷനിൽ താല്പര്യമുള്ള, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ആ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് വിവരങ്ങൾ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതിൽ താല്പര്യമുള്ള, അത് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് കമ്മ്യൂണിക്കേഷൻ. അക്കൗണ്ടിങ് വിവരങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന മാർഗം ഉപയോഗിച്ചാണ് അത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ വി ക്യാൻ സേ അക്കൗണ്ടിങ് ഈസ് എ മീഡിയ ഓർ ഇറ്റ് ഈസ് എ മീൻസ് ബൈ വിച്ച് information is accounting information about a business firm is communicated. അപ്പോൾ അക്കൗണ്ടിങ് ആണ് ഈ കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന മീഡിയത്തെ ലാംഗ്വേജ് എന്നാണ് പറയാറ്, അല്ലേ? അപ്പോൾ നമ്മൾ മലയാളം എന്ന് പറയുന്നത്, ആ ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരാശയം മറ്റ് ആളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്, ഓക്കെ, അങ്ങനെ പല ലാംഗ്വേജുകളുണ്ട്, അല്ലേ? ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ, സിൻസ് ഇറ്റ് ഈസ് ബീയിങ് യൂസ്ഡ് ആസ് എ മീൻസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ബിസിനസ് ഇൻഫർമേഷൻ ടു അതർ യൂസേഴ്സ്, ഇറ്റ് ഈസ് കാൾഡ് ദ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്. എന്താ പറഞ്ഞത്? അക്കൗണ്ടിങ് ഈസ് ദ മീൻസ്, മാർഗമാണ്. എന്തിനുള്ള മാർഗം? ബൈ വിച്ച്, അതിലൂടെയാണ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനുള്ള മാർഗമാണ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ഇല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ വേറൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം, അല്ലേ? ഓക്കെ. അതുകൊണ്ട് തന്നെ ഹെൻസ് ഇറ്റ് ഈസ് ബീയിങ് റിഗാർഡഡ് ആസ്, ഓർ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, വൈ അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്? ബിസിനസ്സിൻ്റെ ഭാഷയാണ് എന്ന് അക്കൗണ്ടിങ്ങിനെ പറയാനുള്ള കാരണം എന്താണ്? അക്കൗണ്ടിങ് എന്ന മാർഗം ഉപയോഗിച്ചാണ് ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ആശയവിനിമയം നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ്ങിനെ ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, യൂസേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. അക്കൗണ്ടിങ് വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ, യൂസേഴ്സിനെ നമുക്ക് 2 വിഭാഗത്തിൽ പെടുത്താം. ആദ്യത്തെ വിഭാഗം ആൾക്കാർ ഇൻറ്റേർണൽ യൂസേഴ്സും രണ്ടാമത്തത് എക്സ്റ്റേണൽ യൂസേഴ്സുമാണ്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിനകത്തുള്ള ആൾക്കാർ, ഇൻറ്റേർണൽ അകത്ത്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാർ.
ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും തമ്മിലൊരു പ്രത്യേകതയുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സിന് അക്കൗണ്ടിങ് വിവരങ്ങളിലേക്ക് കംപ്ലീറ്റ് ആക്സസ് ഉണ്ട്. അക്കൗണ്ടിങ് വിവരങ്ങൾ മുഴുവനും അവർക്ക് ലഭ്യമാണ് അല്ലേ, കാരണം അവർ ബിസിനസ്സിനകത്തുള്ള ആൾക്കാരാണ്. പക്ഷേ എക്സ്റ്റേണൽ യൂസേഴ്സിനോ അവർക്ക് എല്ലാ വിവരങ്ങളും കിട്ടില്ല. ഇവർ കൊടുക്കുന്ന ചില ലിമിറ്റഡ് പരിമിതമായ വിവരങ്ങൾ മാത്രമേ പുറമേയുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ അല്ലേ. സാധാരണ കമ്പനികളുടെയൊക്കെ കണക്കുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്, പത്രങ്ങളിലും മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ആയിട്ട് പരസ്യപ്പെടുത്താറുണ്ട് അല്ലേ. അങ്ങനെയാണ് സാധാരണ എക്സ്റ്റേണൽ യൂസേഴ്സിന് ഈ വിവരങ്ങൾ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ വിവരങ്ങൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സിന് എല്ലാ ഇൻഫർമേഷനും ബിസിനസ്സുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവർക്ക് ലഭ്യമാകും. പക്ഷേ എക്സ്റ്റേണൽ യൂസേഴ്സിന് ലിമിറ്റഡ്, വളരെ പരിമിതമായ വിവരങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ആരൊക്കെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സ്? സ്ഥാപനത്തിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 2 വിഭാഗം ആൾക്കാരാണ് സാധാരണഗതിയിൽ. ഒന്ന് ഓണേഴ്സും, രണ്ടാമത് മാനേജ്മെൻറ്റ്. ഇതിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്, ഓണേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ഈ 2 വിഭാഗം ആൾക്കാരാണ് ഇൻറ്റേർണൽ യൂസേഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫർമേഷൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക? ദേ നീഡ് ദിസ് ഇൻഫർമേഷൻ ടു കൺട്രോൾ ദ ബിസിനസ്, ടു കോർഡിനേറ്റ് ദ ബിസിനസ്, ടു പ്ലാൻ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. ബിസിനസ്സിനെ നിയന്ത്രിക്കാൻ ഇവർക്ക് ഈ വിവരങ്ങൾ വേണം. എന്തൊക്കെയാണ് ബിസിനസ്സിൽ നടക്കുന്നത്, എത്ര കച്ചവടം നടക്കുന്നുണ്ട്, അത് കൂട്ടണോ, അത് കുറവുണ്ടോ, ഈ വിവരങ്ങളൊക്കെ ആരാ നൽകുക? അക്കൗണ്ട്സിനാണ് നൽകുക അല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബിസിനസ്സിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ പറയാം, വൈ ദീസ് ഓണേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിക്വയർസ് ദിസ് ഇൻഫർമേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ദേ റിക്വയർ ദിസ് ഇൻഫർമേഷൻ ടു മാനേജ് ദ ബിസിനസ്. ദേ നീഡ് ഇൻഫർമേഷൻ ടു മാനേജ് ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സും മാനേജ്മെൻറ്റാണ് അല്ലേ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരും? CEO വരും അല്ലേ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ മാനേജിങ് ഡയറക്ടർ, ഫൈനാൻസ് മാനേജർ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ. അങ്ങനെ മാനേജർ എന്ന് പറയുന്ന പേരിൽ കാണുന്നവരെല്ലാവരും മാനേജ്മെൻറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിങ് ഡയറക്ടർ, ഫിനാൻസ് മാനേജർ, സ്റ്റോർ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അവരെല്ലാം ആരാണ്? മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അവർ ഇൻറ്റേർണൽ യൂസേഴ്സാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ഓണേഴ്സ്. അപ്പോൾ ആദ്യത്തെ വിഭാഗം അക്കൗണ്ടിങ് വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇൻറ്റേർണൽ യൂസേഴ്സ്. അവർ ഓണേഴ്സും മാനേജ്മെൻറ്റുമാണ്. അവർക്ക് എന്തിനാണ് ഈ വിവരം? ബിസിനസ്സിനെ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാൻ, ബിസിനസ്സിൻ്റെ യഥാർത്ഥ അവസ്ഥ അവർക്ക് അറിയണം. ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടമൊക്കെ എത്രയാണ്, എന്താണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ എന്നറിഞ്ഞാൽ മാത്രമേ അവർക്ക് നന്നായിട്ട് ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിലുള്ള ചില ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ ജനറൽ മാനേജർ എന്നൊക്കെ പറയുന്നത് മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ദേ ആർ ദ ഇൻറ്റേർണൽ യൂസേഴ്സ്. നൗ വിൽ ഗോ ടുവേഴ്സ് ദ എക്സ്റ്റേണൽ യൂസേഴ്സ്. ബിസിനസ്സിന് പുറമേയുള്ള ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പല ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റും. നമ്മളതിലുള്ള ചില ആൾക്കാരെ മാത്രം ഇവിടെ മനസ്സിലാക്കി വെക്കാം. ആദ്യം നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സാണ്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപകർ അല്ലേ. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ നിക്ഷേപകരാവാൻ സാധ്യതയുള്ള ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ ക്യാഷ് മുതൽ മുടക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവരെയാണ്. കയ്യിൽ ക്യാഷുണ്ട്, ആ ക്യാഷ് ഏതെങ്കിലും ബിസിനസ്സിലേക്ക് മുതൽ മുടക്കാനായിട്ട്, അത് ബിസിനസ്സിലേക്ക് ഇറക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ, അവരെയാണ് നമ്മളെന്ത് പറയുക? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് എന്തിനാണ് ഈ ഇൻഫർമേഷൻ? ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾ ഏത് ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് അത് തീരുമാനിക്കുക? ആ ബിസിനസ്സിൻ്റെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം അല്ലേ. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ റിസ്ക് ഉണ്ടോ, നഷ്ടസാധ്യത, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടസാധ്യത. അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ, അതിൻ്റെ വരുമാനം എത്രയാണ്, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്ഥാപനത്തിൻ്റെ റിസ്ക്, അതിൽ അപകട സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ എങ്ങനെയുണ്ട്, വരുമാനം എത്രയുണ്ട്, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. സോ ദേ നീഡ് ടു നോ ദ റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ്
ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ റിസ്ക്കും റിട്ടേണൊക്കെ അറിയണം അല്ലേ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് പ്രതിഫലം കിട്ടുന്നുണ്ട്, എന്ത് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, എന്ത് ലാഭം കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയണം അല്ലേ. ഓക്കെ, ഈ വിവരങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുക? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലേ. അക്കൗണ്ട്സിൽ ചെക്ക് ചെയ്തൊക്കെ എല്ലാം അറിയുമല്ലോ. ഓക്കെ, അപ്പോൾ പുറമേയുള്ള ആൾക്കാരിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സാണ്, നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. പിന്നെ പുറമേയുള്ള ആൾ എന്ന് പറയുന്നത് ബാങ്കുകളും ലെൻഡേഴ്സുമാണ്. ബാങ്കുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ലെൻഡേഴ്സ് എന്ന് പറയുന്നത് കടം കൊടുക്കുന്ന മറ്റുള്ള ആൾക്കാർ, ബാങ്ക് അല്ലാത്ത മറ്റുള്ള ബിസിനസ്സിന് കൊടുക്കുന്ന ആൾക്കാർ, ലെൻഡേഴ്സ്, പണം നൽകുന്ന ആൾക്കാർ. ഇവർക്ക് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഒരു ബാങ്ക് ഒരു സ്ഥാപനത്തിന് വെറുതെ അങ്ങ് കടം കൊടുക്കുമോ? കടം കൊടുക്കുന്നതിന് മുമ്പ് അവർ ഒരു കാര്യം ചെക്ക് ചെയ്യും അല്ലേ, ദ എബിലിറ്റി ടു റീപേ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലേ, കഴിവ്. എന്തിനുള്ള കഴിവ്? വായ്പ തിരിച്ചടക്കാനും റീപേ ലോൺ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നൽകാനൊക്കെയുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബാങ്കായാലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് കടം നൽകുന്ന ആൾക്കാരായാലും ഒരു സ്ഥാപനത്തിന് കടം നൽകുള്ളൂ അല്ലേ. ഓക്കെ, ഈ ലോൺ റീപേ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് എവിടെ നോക്കിയാലേ മനസ്സിലാക്കുക? അക്കൗണ്ട്സിൽ നോക്കിയാലേ മനസ്സിലാവുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ, പുറമേയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ബാങ്കുകളും മറ്റ് ലെൻഡേഴ്സുമാണ്, കടം നൽകുന്ന ആൾക്കാരും ആണ്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് എംപ്ലോയി യൂണിയൻസ് ഉണ്ടാവും അല്ലേ, ലേബർ യൂണിയൻസ് ഉണ്ടാവും, തൊഴിലാളികളുടെ യൂണിയൻ ഉണ്ടാവും. അവർക്ക് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടോ, പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ എന്നൊക്കെ അവർക്കും അറിയാൻ താല്പര്യമുണ്ടാവും. തങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് അതിന് സ്ഥിരതയുണ്ടോ, പൂട്ടിപ്പോകാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. അവരുടെ ജോലി, ബിസിനസ് സ്ഥാപനത്തിന് സ്ഥിരതയുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജോലിക്കും സ്ഥിരതയുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ലാഭം നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്കറിയാൻ താല്പര്യമുണ്ടാവും, കാരണം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അല്ലേ. എന്തിനാണ് ലാഭമുണ്ടോ എന്ന് അറിയേണ്ടത്? അവർക്ക് ഇൻക്രിമെൻ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ, അവരുടെ ശമ്പളത്തിൽ വർധന, ഇൻക്രിമെൻ്റ് ഉദ്ദേശിക്കുന്നത് വർധന അല്ലേ, ശമ്പള വർധനയ്ക്ക് സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ ബോണസായിട്ട് വല്ലതും വർഷാവർഷം, ബോണസ് എന്ന് പറയുന്നത് ചില കമ്പനികളിൽ ലാഭത്തിൻ്റെ ഒരു ഷെയർ തൊഴിലാളികൾക്ക് ബോണസായിട്ട് നൽകും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നറിയണമെങ്കിൽ അവരെവിടെ നോക്കണം? അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വേണം അവർക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ എംപ്ലോയി യൂണിയൻസ്, അവരുടെ സംഘടനയ്ക്കും ഈ വിവരങ്ങളിൽ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അവർ ബോണസൊക്കെ ആവശ്യപ്പെടുക. എത്ര ബോണസ് വരണമെന്നൊക്കെ ആവശ്യപ്പെടണമെങ്കിൽ അവർക്ക് കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും. ശരിയല്ലേ? ഓക്കെ, ഇതിന് അടുത്ത വിഭാഗം എന്ന് പറയുന്നത് സപ്ലയേഴ്സാണ്. ബിസിനസ്സിന് വിൽക്കാനുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അല്ലേ. ബിസിനസ് സാധനം മേടിക്കുന്ന ആൾക്കാർ, സാധനം എവിടെന്നെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വേറെ ആൾക്ക് വിൽക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് സാധനം തരുന്ന ആൾക്കാർ, സപ്ലയേഴ്സ്. അവരും നമ്മുടെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷനിൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ്? ഈ സാധനം പലപ്പോഴും കടമായിട്ടാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ കടം തിരിച്ച് നൽകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, എബിലിറ്റി ടു റീപേ ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം. അപ്പോൾ കടം തിരിച്ച് നൽകാനുള്ള എബിലിറ്റി, കഴിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ സപ്ലയേഴ്സ് സാധനങ്ങൾ കടത്തിന് നൽകുള്ളൂ അല്ലേ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ സപ്ലയേഴ്സാണ് ബിസിനസ്സിന് സാധനങ്ങൾ കടമായിട്ട് നൽകുന്ന മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, സപ്ലയേഴ്സാണ് അടുത്ത എക്സ്റ്റേണൽ യൂസർ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്ന, അത് ഉപയോഗിക്കുന്ന അടുത്ത പാർട്ടി എന്ന് പറയുന്നത്, യൂസർ എന്ന് പറയുന്നത് സപ്ലയറാണ്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഇൻഫർമേഷൻ അവർക്ക് ആവശ്യമായിട്ട് വരിക? സാധാരണഗതിയിൽ അവർക്ക് സ്ഥാപനത്തിന് കടം തിരിച്ച് നൽകാനുള്ള കഴിവുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ഈ ഇൻഫർമേഷൻ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഗവൺമെൻറ്റും ടാക്സ് അതോറിറ്റീസുമാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ടാക്സ് അതോറിറ്റീസ്. ടാക്സ് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ടാക്സുകളുണ്ട് എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ടാക്സ് അതോറിറ്റീസിന് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഫോർ അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക. ടാക്സ് അസസ്മെൻറ്റിനാണ്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ. ഒരു പലതരത്തിലുള്ള ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ് ഉണ്ട് അല്ലേ. എന്താ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ, ലാഭത്തിൽ ടാക്സ് നൽകണം അല്ലേ.
അതുപോലെ തന്നെ ബിസിനസ് കച്ചവടം ചെയ്യുന്നതിന് GST എന്നൊക്കെ പറഞ്ഞ് ടാക്സ് ഉണ്ട് അല്ലേ. ഓക്കെ, ഇത് എത്ര അടക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കുക? കണക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അല്ലേ. എത്ര ഇൻകം ടാക്സ് അടക്കണം, എത്ര GST അടക്കണം എന്നൊക്കെ കണക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ ടാക്സ് അതോറിറ്റീസ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ കണക്കുകൾ ചെക്ക് ചെയ്യും, അവർക്ക് ആ ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലയൻസ് ടു റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമങ്ങൾ അല്ലേ. നിയമം അനുസരിച്ചാണോ ബിസിനസ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അക്കൗണ്ട്സ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനും ടാക്സ് അതോറിറ്റീസിനൊക്കെ ഈ ഇൻഫർമേഷനിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർ യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ്? നിയമം അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ, അതുപോലെ തന്നെ ടാക്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അവരത് യൂസ് ചെയ്യും അല്ലെങ്കിൽ ആവശ്യപ്പെടാറുണ്ട്. പിന്നെ ഒരു വിഭാഗമെന്ന് പറയുന്നത് റിസർച്ച് സ്കോളേഴ്സാണ്, റിസർച്ചേഴ്സാണ്. നമ്മൾ ഉയർന്നു പഠിക്കുന്ന സമയത്ത് പല റിസർച്ചുകളും നമ്മൾ നടത്താറുണ്ട് അല്ലേ, അന്വേഷണാത്മക പഠനങ്ങൾ നടത്താറുണ്ട്. PhD എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊമേഴ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല റിസർച്ചുകളും നടത്താൻ പോകും അല്ലേ, റിസർച്ച് സ്റ്റുഡൻസ്. ഈ റിസർച്ച് സ്റ്റുഡൻസിന് അവർക്ക് ഓരോ മേഖലയെക്കുറിച്ച് പഠിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബിസിനസ് സ്ഥാപനങ്ങളുടെ കണക്കുകൾ ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് ഓരോ നിഗമനങ്ങളിലേക്ക് എത്താൻ പറ്റുക അല്ലേ. ഓക്കെ, അപ്പോൾ അവരുടെ റിസർച്ച് സ്റ്റഡി ആവശ്യങ്ങൾക്ക്, പഠനാവശ്യങ്ങൾക്ക്, റിസർച്ച് പഠനാവശ്യങ്ങൾക്കായിട്ട് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർ യൂസ് ചെയ്യാറുണ്ട്. ഇതിനതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അതേ ബിസിനസ് ചെയ്യുന്ന മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ, കിടമത്സരം നടത്തുന്ന മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ, നമ്മളോട് മത്സരിക്കുന്ന മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലേ. നമ്മുടെ അതേ ബിസിനസ് നടത്തുമ്പോൾ നമ്മളും ഇതേ ബിസിനസ് നടത്തുകയാണ്, അപ്പുറത്തുള്ള വേറൊരു ബിസിനസ് സ്ഥാപനവും നമ്മുടെ അതേപോലെയുള്ള ബിസിനസ് നടത്തുകയാണെങ്കിൽ നമ്മൾ പരസ്പരം കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയും. അങ്ങനെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഈ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സ്ട്രെങ്ത് എത്രയാണ്, അവരുടെ വീക്ക്നെസ് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം ഇവരുടെ പ്ലാനുകൾ തയ്യാറാക്കാൻ, അതിനനുസരിച്ച് വേണം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ തയ്യാറാക്കാൻ അല്ലേ. ഓക്കെ, അപ്പോൾ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ അറിയാനായിട്ട് കോമ്പറ്റീറ്റേഴ്സും ഈ ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സുണ്ട്, സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്, മറ്റ് സമൂഹത്തിലുള്ള ഗ്രൂപ്പുകൾ, ഇവരും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു ഇവിടെ എക്സ്റ്റേണൽ യൂസേഴ്സായിട്ട്. ഒരു 4-5 പേര് ആൾക്കാരുടെ പേരും അതുപോലെ തന്നെ അവരെന്താവശ്യത്തിനാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു ഏരിയയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻറ്റേർണൽ യൂസേഴ്സ് ആരാണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവിടെ 2 വിഭാഗം ആൾക്കാരേ ഉള്ളൂ അല്ലേ. ആരൊക്കെയാണ്? ഓണേഴ്സും മാനേജ്മെൻറ്റും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ആരായിരിക്കും? എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിരിക്കും അല്ലേ. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. കുറേ ആൾക്കാരുടെ പേര് തന്നിട്ട് അതിൽ ഇൻറ്റേർണൽ യൂസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് സ്ഥാപനത്തിനകത്തിനുള്ള ഓണേഴ്സും മാനേജ്മെൻറ്റാണ്. അവർക്ക് എന്തിനത് ഇൻഫർമേഷൻ ആവശ്യം? ടു മാനേജ് ദ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ, മാനേജർ, ഫിനാൻസ് മാനേജർ, സ്റ്റോർ മാനേജർ എന്നൊക്കെ പറയുമ്പോൾ അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അവരെല്ലാം ഇൻറ്റേർണൽ യൂസേഴ്സായിട്ട് നമുക്ക് പരിഗണിക്കാം. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ബാങ്കുകളും മറ്റ് ലെൻഡിങ് സ്ഥാപനങ്ങളുണ്ട്, പണം കടം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. എംപ്ലോയി യൂണിയൻസ് ഉണ്ട്, എംപ്ലോയി അസോസിയേഷൻസ് ഉണ്ട്, ലേബർ യൂണിയൻ, എംപ്ലോയികളുടെ സംഘടനയുണ്ട്. സപ്ലയേഴ്സ് ഉണ്ട്, ബിസിനസ്സിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗവൺമെൻറ്റും ടാക്സ് കളക്ട് ചെയ്യുന്ന അതോറിറ്റീസ് ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, കസ്റ്റമർ ഓർ സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ഒരു 4-5 ആൾക്കാരെ നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ആൾക്കാരെ അത് പേര് കേട്ടാൽ ഏത് വിഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ ഏരിയ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് അല്ലേ. എന്തായിരുന്നു? നമുക്കൊന്ന് വെറുതെ റിപ്പീറ്റ് ചെയ്യാം.
എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് required information relating to the economic events of an organization. ആർക്ക്? ഈ പറഞ്ഞ ആൾക്കാർക്ക് അല്ലേ? To the interested users of such information. Interested users of such information. അപ്പോൾ ആരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്? ഈ പറഞ്ഞ ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാം ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നല്ലേ? ഫൈൻ, ഓക്കെ. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ നോട്ടിലേക്ക് കുറിച്ച് വെക്കുക. 2 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? ഏതൊക്കെയാണ് പറഞ്ഞത്? ആദ്യം നമ്മളൊരു പോയിന്റ് പറഞ്ഞു അല്ലേ? യെസ്. എന്താണത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണെന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ പറഞ്ഞു. ദെൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അക്കൗണ്ടിങ് ഉപയോഗിച്ചാണ് അക്കൗണ്ടിങ് വിവരങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ആശയവിനിമയം നടത്തുന്നത് എന്നതുകൊണ്ട് അക്കൗണ്ടിങ്ങിന് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നു. ദെൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്ന 2 വിഭാഗം ആൾക്കാർ, ഇൻറ്റേർണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇൻറ്റേർണൽ യൂസേഴ്സായിട്ട് ഓണേഴ്സും മാനേജ്മെൻറ്റും, എക്സ്റ്റേണൽ യൂസേഴ്സായിട്ട് നമ്മുടെ ഒരുപാട് ആൾക്കാരെക്കുറിച്ച് പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. ഇതിൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ്. ഇൻറ്റേർണലും എക്സ്റ്റേണൽ യൂസേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫൈൻ. ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ആൻഡ് ഇറ്റ്സ് ബൈ ഫ്രം മീ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇപ്പോൾ യൂട്യൂബിലാണ് ഞാൻ ഈ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാനലിൻ്റെ താഴെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ഫൈൻ. നിങ്ങളതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ ഡീറ്റെയിൽസ്. ഇറ്റ്സ് ബൈ ഫ്രം മീ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.